കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയ മൊത്തം MRC ഗ്യാങ്ങിന്റെ തല്ലിപ്പിരിയലും അടിവസ്ത്രം കഴുകൽ വിവാദവും പരസ്പരം ചവിട്ടിയ കഥകളുമാണ്. എല്ലാവരും ഇരുന്ന് കണ്ണു തുടയ്ക്കുകയാണ്, സങ്കടപ്പെടുകയാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കളി നിങ്ങൾ കാണുന്നുണ്ടോ? ഇതൊരു ഒന്നാന്തരം പക്ക സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. കുറച്ചു നാളുകളായി ഈ ഗ്യാങ്ങിന്റെ വ്യൂസ് എങ്ങോട്ടായിരുന്നു? താഴേക്ക്. ആളുകൾക്ക് ഇവരുടെ സ്ഥിരം ലൈവ് കണ്ട് മടുത്തു തുടങ്ങിയിരുന്നു. അവിടെയാണ് ഈ ബ്രേക്കപ്പ് ഡ്രാമ ജനിക്കുന്നത്. ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് കരയുക, പ്രസ് മീറ്റ് നടത്തുക, പരസ്പരം ചെളി വാരി എറിയുക. ഇതിലൂടെ എന്താണ് സംഭവിച്ചത്? ചാനലുകളിൽ ചർച്ചയായി, ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ നിറഞ്ഞു, വ്യൂസ് ദശലക്ഷങ്ങൾ കടന്നു. ഇവരെയൊക്കെ നമ്മൾ വിചാരിക്കുന്നതിലും ഭയങ്കര കൂടോത്ര ബുദ്ധിയുള്ള ആൾക്കാരാണ്. സോഷ്യൽ മീഡിയയുടെ അൽഗോരിതം എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കണമെന്ന് ഇവർക്ക് കൃത്യമായി അറിയാം. നെഗറ്റീവ് പബ്ലിസിറ്റി ആയാലും പബ്ലിസിറ്റി തന്നെയല്ലേ? ഇപ്പോൾ പരസ്പരം ചവിട്ടി എന്ന് പറയുന്നവർ, ശമ്പളം തന്നില്ല എന്ന് പറയുന്നവർ എഴുതി വെച്ചോളൂ. ഇനി വരുന്ന 2 അല്ലെങ്കിൽ 3 മാസം, കൂടിപ്പോയാൽ ഒരു 6 മാസം, അതിനുള്ളിൽ ഇവർ വീണ്ടും ഒന്നിച്ചൊരു ലൈവിലോ വീഡിയോയിലോ വരും. അന്ന് അവർ പറയും, ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചു തീർത്തു മച്ചാന്മാരെ. സുഹൃത്തുക്കൾക്കിടയിൽ ഇതൊക്കെ സാധാരണയല്ലേ എന്ന്. ഒരുപക്ഷെ ഇതൊരു തമാശയായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ നോക്കി അവർ ചിരിക്കും. അപ്പോഴേക്കും അവർക്ക് കിട്ടേണ്ട റീച്ചും കാശും അവർ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ഈ കാണുന്ന കരച്ചിലും പിണക്കവും ഒക്കെ കണ്ട് ആരും ഇമോഷണൽ ആകേണ്ട കാര്യമില്ല. ഇവരൊക്കെ പ്രേക്ഷകരെ എങ്ങനെ കയ്യിലെടുക്കണമെന്ന് നന്നായി അറിയാവുന്ന സ്മാർട്ട് പ്ലെയേഴ്സാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് റിയൽ ആണോ അതോ വ്യൂസിന് വേണ്ടിയുള്ള വെറും സ്ക്രിപ്റ്റോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.